കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവുമായവന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കില്ല. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മളെ വിട്ടുവെക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന, ബലം കൽപ്പിക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയുടെ ദയ തന്റെ ഭക്തന്മാരുടെ മേൽ വലുതായിരിക്കും. തനിക്കുള്ളവയെ അറിയുന്ന ദൈവം, പുറത്തു കൊണ്ടുപോകുന്ന ദൈവം, പേര് വിളിക്കുന്ന ദൈവം, അവയ്ക്ക് മുമ്പായി നടക്കുന്ന ദൈവം, പച്ചയായ പുൽപ്പുറത്ത് നടത്തുന്ന, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന നല്ല ഇടയൻ, കുരുൾ വരുമ്പോൾ മാറിപ്പോകാത്ത, കൂടെയിരിക്കുന്ന ശ്രേഷ്ഠനായ ഇടയൻ, ആ ദൈവത്തെയാണ് സഹോദരങ്ങളെ നമ്മൾക്കറിയാൻ ഇടയായത്. നമ്മുടെ വലങ്കയിൽ പിടിച്ചിട്ടുണ്ട്. ആസാ പറയുന്നത്, അവിടുന്ന് എന്റെ വലങ്കയിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വലങ്കയിൽ പിടിച്ച ഒരു ദൈവമുണ്ട്. ദൈവം നമ്മുടെ വലങ്കയിൽ പിടിച്ചെങ്കിൽ ലോകത്തിൽ ഏതൊക്കെ ശക്തികൾ നമുക്കെതിരാണോ നിങ്ങൾ ഭയപ്പെടണ്ട. സർവശക്തിയുള്ള, സർവജ്ഞാനിയായ, സൃഷ്ടിതാവായ, സകലത്തെയും കാൽക്കീഴാക്കിയ, സകലത്തെയും ഭരിക്കുന്ന രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ നമ്മുടെ വലങ്കയിൽ പിടിച്ചു. നീ എന്റെ വലങ്കയിൽ പിടിച്ചിട്ടുണ്ട്. ആസാ പറയുക. അതാ ഒരു വലിയ പ്രത്യാശ. ഇന്ന് പകൽ നമ്മുടെ തലമുറകളുടെ വലങ്കയിൽ, നമ്മുടെ കുടുംബത്തിന്റെ നിയന്ത്രണം, അമരക്കാരൻ നമ്മുടെ ദൈവമാ സഹോദരങ്ങളെ. അങ്ങനെയെങ്കിൽ ഒന്നിനെ ഭയപ്പെടാതെ മുൻപോട്ട് പോകാൻ ഭയം വേണ്ട, ശങ്ക വേണ്ട. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലിപ്പമോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് തയ്യാറാവാം. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല, കർത്താവ് പറയുക. കാരണം ഞാൻ അവരുടെ നടുവിലുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച നിന്ദകളും ലജ്ജകളും വേദനകളും ഒക്കെ മറക്കുമാറ് ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ തിരിച്ചു നൽകി, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും വിട്ടിലും നശിപ്പിച്ച സംവത്സരങ്ങൾക്കനുസരിച്ച് നമ്മോട് അത്ഭുതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠഭുജം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി നമുക്ക് പ്രഖ്യാപനം ചെയ്യാം. 30:21. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിക്കുന്നു. സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ ഒക്കെ എതിരാകും. ഒരു സിംറ്റംസും കാണത്തില്ല വിടുതലിൻ്റെത്. നോക്കിയാൽ തെളിവായിട്ടൊന്നും നമ്മുടെ മുമ്പിലില്ല. വെളിച്ചം ശോഭിക്കുന്നില്ല. എല്ലാം ഇരുളാണ്. എങ്ങനെ മുൻപോട്ട് പോകും? പ്രത്യക്ഷത്തിൽ ഒരടയാളവും കാണാതിരിക്കെ തന്നെ ഒരു കാറ്റ് കടന്ന്, പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് കടന്ന് ചിലത് വെളിപ്പെടുത്താൻ പോകുക. മൂടിപ്പെട്ട ചിലത്, കാണാൻ പറ്റാത്ത വിടുതലുകൾ, ഇരുട്ടിലെ ചില നിക്ഷേപങ്ങളെ പുറത്തു കൊണ്ടുവന്ന് തന്റെ ജനത്തിന്റെ കരത്തിൽ കൊടുക്കുന്ന ഒരു കാറ്റ് എന്റെ അഭിഷക്തനായ കോരശിനോട് പറയുന്നു. രാജാക്കന്മാരുടെ അരക്കറ്റകളെ അഴിച്ച്, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച്, താമ്രക്കഥകളെ തകർത്ത്, ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും കരത്തിലെത്തിക്കാൻ ശക്തനായ ദൈവം മുമ്പ് പോകുക.
താമ്രക്കഥകളെ തകർക്കാൻ. പരിശുദ്ധാത്മാവിന്റെ പവർ അഭിഷേകം നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ ഇതുവരെ വെളിപ്പെടാത്ത ചില ദൈവിക വിടുതലുകളും വാക്തത്വങ്ങളും നിങ്ങൾ കാണാൻ പോകുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയും, നിങ്ങൾ കാറ്റ് കാണത്തില്ല, പക്ഷെ താഴ്വരകൾ, കുഴികൾ വെട്ടുവീൻ. എന്തോ കണ്ടിട്ടാ കുഴി വെട്ടുന്നേ? കാറ്റില്ല, മഴയുടെ കോളില്ല, പക്ഷെ ദൈവിക അരുളപ്പാട് കേട്ടവർ, രാജാക്കന്മാർ, ബുദ്ധി ഉപയോഗിക്കാതെ, ലോജിക്ക് വെച്ച് ചിന്തിക്കാതെ ദൈവിക ശബ്ദത്തിന് കാതോർക്കുകയാ, അവർ സ്റ്റെപ്പ് എടുക്കുകയാ. സഹോദരങ്ങളെ, ഇന്ന് പകലും സാഹചര്യങ്ങൾ വെച്ച് ഇപ്പോഴുള്ള വിഷയത്തെ കണക്ക് കൂട്ടരുത്. ഇപ്പോഴുള്ള വിഷയത്തിന്മേൽ തീർപ്പ് കൽപ്പിക്കരുത്. ഇനി എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത് ചിന്തിക്കരുത്. ജീവനുള്ള ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെട്ട് വന്നാൽ, അവർ നോക്കിയാറ് പിറ്റേ ദിവസം ഭോജനയാഗത്തിന്റെ സമയമായപ്പോ ഏതോം വഴിയായി വരുന്ന വെള്ളം പ്രതീക്ഷിച്ചിടത്തുനിന്നല്ല, പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് കുഴിവെട്ടി. അവരൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു കാണും, മഴ പെയ്ത് ഇത് നിറയുമെന്ന്. അല്ല, നമ്മൾ ചിന്തിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ വിശ്വസിച്ച് സ്റ്റെപ്പ് എടുക്കുന്നവരുടെ മേൽ നീ കാണാത്ത ഇടത്തു നിന്ന്, നീ ചിന്തിക്കാത്ത ഇടത്തു നിന്ന്, സഹോദരങ്ങളെ, നിന്റെ മൈൻഡിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില വിടുതലുകളും ദൈവപ്രവൃത്തിയും നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടിയും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് കാണാൻ പോകുക. വിശ്വാസത്തോടെ ചില സ്റ്റെപ്പുകൾ പത്രോസിനോട് പറയുകയാണ്, നീ കടലിലേക്ക് പോകണം, ചൂണ്ടയിടണം. ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാ. ഞാൻ മീനോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുവരെ പത്രോസിന് അനേകം മീനുകളെ പിടിച്ച് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിത്വമാണ്. ഒറ്റ മീനിന്റെ വായിൽ നിന്നും ദ്രമ കിട്ടിയിട്ടില്ല. സ്തോത്രം. എന്നാൽ നിനക്ക് വേണ്ടി നീ ചിന്തിക്കാത്ത ഇടത്ത് കരുതുന്ന കരുതൽ കാണണമോ? വിശ്വാസത്താൽ മൂവ് ചെയ്യണം. പത്രോസ് മൂവ് ചെയ്തു. ചോദിച്ചില്ല, കർത്താവേ, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഇതുവരെ കാണാത്തത് എങ്ങനെ ഇപ്പൊ കാണുന്നേ? പത്രോസ് ചലിക്കാൻ തുടങ്ങി, പോകാൻ തുടങ്ങി, ചൂണ്ടയിടാൻ തുടങ്ങി. ദൈവം പറഞ്ഞത് സംഭവിച്ചു. കർത്താവ് എന്തോ പറയുന്നു അത് സംഭവിക്കും. സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഏറ്റെടുക്കാൻ, ദൈവിക ശബ്ദത്തിന്റെ ആഴങ്ങൾ മൂവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കരുതപ്പെട്ട ചില വിടുതലുകൾ കാറ്റ് കടന്ന് തെളിയിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് നൽകിത്തരാൻ കഴിവുള്ളവന്റെ സാന്നിധ്യം ഏത് വിഷയത്തിലാ കുഞ്ഞെ ഭാരപ്പെടുന്നത്? ആരോടും തുറന്നു പറയാൻ പറ്റാത്ത വിഷയങ്ങൾ, കൈവിട്ടു പോയതാകട്ടെ, നഷ്ടപ്പെട്ടതാകട്ടെ, നിലനിൽപ്പ് അപകടത്തിലാകട്ടെ, തകർന്നുപോയ ബന്ധങ്ങളാകട്ടെ, എല്ലാത്തെയും പണിയുന്ന ദൈവത്തിന്റെ കരം ഇന്നും തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തി ദൈവം ആദരിക്കും. സാധ്യങ്ങൾ സാധ്യമാകും. എനിക്ക് സകലവും കഴിയുമെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എത്ര പേർ ഏറ്റെടുക്കും? നോക്കുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. നോക്കുമ്പോൾ ഇന്നലെ വലിയ ആഴമുള്ള വിഷയമാണ്. പക്ഷെ അവിടെയാണ് ദൈവം പറയുന്നത്, കഴിഞ്ഞ ദിവസം ചിന്തിച്ചവർ ആഴത്തിലേക്ക് നീക്കുക, 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 നീക്കുക. ആഴത്തിലേക്ക് നീക്കാൻ തയ്യാറാകുമെങ്കിൽ ഇതുവരെ കാണാത്തത്, ഇന്നലെ കാണാത്തത് ഇന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാറ്റ്, പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, വിശ്വസിക്കുന്നവന് വേണ്ടി, വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുക്കുന്നവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി ആദരിക്കാൻ പോകുക. സ്തോത്രം ചെയ്തോളൂ. ഒരു കാറ്റ് കടന്നതിനെ തെളിയിക്കാൻ പോകുക. ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. എങ്കിലും ഒരു കാറ്റ്, ദൈവത്തിന്റെ കമാൻഡുകൾ പുറപ്പെട്ടിരിക്കുക. കർത്താവ് ആജ്ഞ കൊടുക്കുക തന്റെ ജനത്തിനു വേണ്ടി. കർത്താവ് ആജ്ഞ കൊടുത്ത ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. എവിടെ പ്രവർത്തിക്കണമോ നിങ്ങൾ ചിന്തിക്കാത്ത ഇടത്ത് ഒരു ദൈവിക വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുന്നു. അത് ശരീരത്തിൽ വരുന്നു, മൈൻഡിൽ വരുന്നു, കുടുംബജീവിതത്തിൽ വരുന്നു. ദൈവമഹത്വമായത് വെളിപ്പെടുന്നു. വിശ്വസിക്കുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, എന്റെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. ഞങ്ങളൊരു സിംറ്റംസും കാണുന്നില്ലെങ്കിലും വാചനത്തിന് ഞങ്ങൾ വലയിറക്കുന്നു. അങ്ങയുടെ വാക്ക് ഞങ്ങൾ വലയിറക്കുന്നു. അങ്ങയുടെ ശബ്ദത്തിനനുസരിച്ച് ഞങ്ങൾ മൂവ് ചെയ്യുന്നു. ഇന്ന് പകൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, വിടുതലുകൾ വ്യാപരിക്കട്ടെ, സമാധാനം വെളിപ്പെട്ടു വരട്ടെ, സ്വസ്ഥത വരട്ടെ. കലങ്ങുന്ന ചില ഹൃദയങ്ങളെ ഉറപ്പിക്കുന്ന വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ജനത്തെ കാക്കും. സകല മഹത്വമേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തു വത്സല സഹോദരങ്ങളെ,
ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ജോർജ്.